4,000 പണ്ഡിതന്മാരെയും കൊണ്ട് തുബ്ബഅ രാജാവ് മദീനയിൽ വന്നു. ആരാ തുബ്ബഅ രാജാവ്? ചിന്തിക്കണം. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ആ രാജാവിന് കാലാൽ പട്ടാളം ഉണ്ടായിരുന്നു. ആ യാത്രയിൽ തുബ്ബഅ രാജാവിന്റെ കൂടെ 1,35,000 കുതിരപ്പട്ടാളം ഉണ്ടായിരുന്നു. 1,13,000 കാലാൽ പട്ടാളവും ഉണ്ടായിരുന്നു. തുബ്ബഅ രാജാവ് തുബ്ബഅ ഒന്നാമന്റെ കഥ വലിയ അത്ഭുതമാണ്. എല്ലാം കൂടെ പറയാൻ ഇവിടെ സമയമില്ല. ഒരിക്കൽ തുബ്ബഅ ഒന്നാമൻ മദീനയിൽ വന്നു. അന്ന് മദീനയല്ല, അന്ന് മദീന യസ്രിബാണ്. തുബ്ബഅ ഒന്നാമൻ മദീനയിൽ വന്നു. മുത്തുനബി ജനിക്കുന്നതിന്റെ ബിഫോർ 1000 years, 1000 കൊല്ലം മുമ്പ്. എന്ന് മുത്ത് റസൂൽ ജനിക്കുന്നതിന്റെയും 1000 കൊല്ലം മുമ്പ് തുബ്ബഅ രാജാവ് മദീനയിൽ വന്നു. അന്ന് മദീനയല്ല, അന്ന് യസ്രിബാൻ. 4000 നിപുണന്മാരായ പണ്ഡിതന്മാർ അന്ന് തുബ്ബഅ ഒന്നാമന്റെ കൂടെ ഉണ്ടായിരുന്നു. 1,35,000 കുതിരപ്പട്ടാളം ഉണ്ടായിരുന്നു. 1,13,000 കാലാൾ പട്ടാളവും ഉണ്ടായിരുന്നു. അങ്ങനെ നാട് പോവാണ്. അക്കാലത്തെ ലോകത്തെ ഏറ്റവും അടക്കി ഭരിച്ച രാജാവാണ് ആര്? തുബ്ബഅ ഒന്നാമൻ. ഭയങ്കര ആളാണ്. ചിന്തിക്കണം. അന്ന് മദീനയിൽ ആൾപ്പാർപ്പില്ല. മദീനയിൽ ഒരു വെള്ളമുണ്ട്, ഒരു നീർച്ചാലുണ്ട്. നല്ല വെള്ളമുള്ള ഒരു നീർച്ചാലുണ്ട്. ആ നീർച്ചാലിന്റെ അടുത്തിറങ്ങി അവർ വിശ്രമിച്ചു. 1,35,000 കുതിരപ്പട്ടാളം, 1,13,000 കലാൾ പട്ടാളവും. ആരും? രാജാവും 4,000 പണ്ഡിതന്മാരും. എവിടുന്നാ പണ്ഡിതന്മാരെ കിട്ടിയത്? രാജാവ് പോകുന്നിടത്ത് രാജ്യങ്ങളൊക്കെ രാജാവിൻ്റെതാവും. അപ്പോൾ അവിടുന്ന് 10 പണ്ഡിതന്മാരെ തൻ്റെ സഭയിലേക്ക് കൂട്ടും. ചിന്തിക്കുക. യസ്രിബിലെത്തിയപ്പോഴത്തിന് രാജാവിൻ്റെ അടുത്ത് 4,000 പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ വെള്ളത്തടാകം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അന്ന് യസ്രിബിൽ ആൾപ്പാർപ്പില്ല. അവിടെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് അവരെ കുറച്ച് കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ 400 പണ്ഡിതന്മാരായ നിപുണന്മാരായ പണ്ഡിതന്മാർ, ഈ പണ്ഡിത സഭയുടെ നേതാവ് അടക്കമുള്ള നിപുണന്മാരായ 400 പണ്ഡിതന്മാർ വേറിട്ട് നിന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, ഇനി രാജാവ് പുറപ്പെടുകയാണെങ്കിൽ രാജാവിന് പുറപ്പെടാം, ഞങ്ങൾ ഇവിടെ നിന്ന് പോരുകയില്ല. മുത്തുനബി ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം. ചിന്തിക്കണം. എന്താണ് ഈ പിറവിയുടെ സമയം എന്ന് ചിന്തിക്കണം. ഒരു ദിവസം രാജാവ് പറഞ്ഞു, പോകാം. അപ്പോൾ മന്ത്രി പറഞ്ഞു, 400ഓളം പണ്ഡിതന്മാർ, അവർ ഈ കൂട്ടത്തിലെ നിപുണന്മാരാണ്, അവർ വരുന്നില്ലത്ര. എന്താ മന്ത്രി കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ വരുന്നില്ല. രാജാവിനോട് മന്ത്രി പോയി പറഞ്ഞു, അവരെന്താണെങ്കിലും വരില്ല എന്നാ പറയുന്നത്. ശരി, അപ്പോൾ എന്നാൽ അവരെ എൻ്റെ മുന്നിൽ ഹാജരാക്കൂ. രാജാവ് മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി ഈ രാജാവിൻ്റെ കൂടെ വരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ 400 പണ്ഡിതന്മാരെ തൻ്റെ മുന്നിൽ ഹാജരാക്കി. മുത്തു നബി ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലം. അന്ന് മദീനയിൽ ഒരാൾ പാർപ്പ് ഇല്ല. ചിന്തിക്കണം. രാജാവ് പണ്ഡിതന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്ത് കമ്മിയാണല്ലോ നിങ്ങൾക്ക്? എവിടെയാണ് നിങ്ങളെ സൗകര്യത്തിന്റെ കമ്മി എന്നെങ്കിൽ പറയുക. എവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ ഞാൻ നിങ്ങൾക്ക് അധർമ്മം ചെയ്തു എങ്കിൽ അതും പറയുക. എന്താണ് പുതിയ സൗകര്യം കൂട്ടിത്തരേണ്ടത് എന്ന് പറയുക. അപ്പോൾ ഈ പണ്ഡിതന്മാർ പറഞ്ഞു, രാജാവേ, മഹാരാജൻ, അങ്ങ് ഞങ്ങൾക്കൊരു കമ്മിയും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ സൗകര്യത്തിൽ, ഞങ്ങളോട് കാണിക്കേണ്ട ആദരവിൽ, ഞങ്ങൾക്ക് നൽകുന്ന പാരിതോഷികങ്ങളിൽ അങ്ങൊരു കമ്മിയും നൽകി വരുത്തിയിട്ടില്ല മഹാരാജൻ. സലാമുള്ള ഞങ്ങൾ
ഞങ്ങളെ പ്രശ്നം അതൊന്നുമല്ല. മുഹമ്മദിൻ, ഞങ്ങൾ ഇവിടെ നിന്ന് മുഹമ്മദിനെ വാസരിക്കുന്നുണ്ട്. അന്നബിയുൽ മുൻതളറു ഫീ ആഖിർ സമാൻ. സുബ്ഹാനല്ലാഹ്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് മക്കയിൽ ഒരു മനുഷ്യൻ ജനിച്ച് ഇവിടേക്ക് ഹിജറ വരും. അയാൾ ഇപ്പോൾ തന്നെ ഇവിടെ വാസരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോരില്ല, ഞങ്ങൾ പോരില്ല. തന്റെ പണ്ഡിത സഭയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായിരുന്നു ഈ 400 ആളുകൾ. മഹാരാജൻ കഴുത്ത് നീട്ടിത്തന്ന് ഞങ്ങളെ കൊല്ലണമെന്നാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ഈ മണ്ണിൽ മരിച്ചു വീണാലും അത് ഞങ്ങൾക്ക് മഹത്വമാണ്. ഇവിടുന്ന് പോരില്ല. ഇവിടെ മുഹമ്മദിന്, ഹിജ്റത്ത് മുഹമ്മദിന്, മഹ്ജറു മുഹമ്മദിന്, മബ്അസ് മുഹമ്മദിൻ. മുഹമ്മദ് മുഹമ്മദ് ഉലിനൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വജനാതിഹി യതവഖദു ജിബ്രീലു നാദാ ഫീമാന സ്വതി ഹുസ്നിഹി അനാ മലിഹുൽ കൗനി ഹാദാ അഹ്മദു യാ റബ്ബി സ്വല്ലി അലൻ നബി. രാജാവിന് കാര്യങ്ങൾ വിചിത്രമായി തോന്നി. എന്തായി കേൾക്കുന്നത്? രാജാവ് തുബ്ബഅന്നാമൻ മുത്തുനബിയെ പറ്റി പഠിച്ചു. നോക്കേ, ഇതിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഞാനത് വിശദീകരിക്കും പിന്നീട്. ഇതിന്ന് അത് മുഴുവൻ പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. അതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? പണ്ഡിത സമൂഹവും 400 പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന്, ഇവിടെ 1000 കൊല്ലം കഴിഞ്ഞിട്ടൊരു ആഖിർ സമാനിൽ ജനിച്ച് ഇങ്ങോട്ട് ഹിജ്റ വരും. ഞങ്ങൾക്ക് ആ നബി അല്ലാഹു ആയുസ് തന്നാൽ ആ നബിയെ കണ്ടുമുട്ടാൻ കഴിയും. അല്ലെങ്കിൽ ഞങ്ങളെ മക്കൾക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ മക്കളുടെ മക്കൾക്ക്. ഇങ്ങോട്ടൊക്കെ കണ്ണിന്റെ ഇമവട്ടെ കേട്ടാ അത്ഭുതം പറഞ്ഞേരേ. ചിന്തിക്കണം. ഞങ്ങൾക്ക് ആ നബിയെ കണ്ടെത്താൻ കഴിയും അല്ലാഹു ആയുസ് തന്നാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക്, അല്ലെങ്കിൽ മക്കളെ. അത്ഭുതം തോന്നി രാജാവിന്. രാജാവ് പണ്ഡിതന്മാരുടെ വിജ്ഞാനത്തെ സ്വീകരിച്ചു. എന്നിട്ട് രാജാവും അവിടെ എന്ത് ചെയ്തു? താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാർത്തു. 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം രാജാവ് റസൂലുള്ളാഹിന്റെ വരവും കാത്ത് പാർത്തു. മനസ്സിലായില്ലേ? എത്ര കൊല്ലം മുമ്പായത്? റസൂലുള്ളാഹി ജനിക്കുന്നതിന് 1000 കൊല്ലം. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജാവിന് രാജകാര്യങ്ങളിൽ പോകാൻ അത്യാവശ്യമായി. 400 പണ്ഡിതന്മാർക്ക് അതിമനോഹരമായ ഭവനങ്ങൾ പണിത് കൊടുക്കാൻ രാജാവ് കൽപ്പന കൊടുത്തു. അവർക്ക് വേണ്ട അടിമകളെ കൊടുത്ത്, അവർക്ക് വേണ്ട ആടയാഭരണങ്ങൾ നൽകി, അവർക്ക് വേണ്ടി മദീനയിൽ കൃഷി ഉണ്ടാക്കി. 400 പണ്ഡിതന്മാരെ അവരെ നിർത്തി. അവർക്ക് വേണ്ടി വീട് കെട്ടിക്കൊടുത്തു. ആര് ഇത് യഥാസമയം മനസ്സിലാക്കണം. ആര് കൊടുത്തു? തുബ്ബഅന്നാമൻ രാജാവ് അവർക്ക് വേണ്ടി വീട് കെട്ടിക്കൊടുത്തു. ചിന്തിക്കണം. അവർക്ക് വേണ്ടി മാളികപ്പുര പണിത് കൊടുത്ത്, അവർക്ക് വേണ്ടി മാളികപ്പുര പണിത് കൊടുത്ത്, അവർക്ക് വേണ്ടി ഈത്തപ്പന തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് വേണ്ടി അടിമ പെണ്ണുങ്ങളെ വരുത്തി കൊടുത്ത്, അവർക്ക് വേണ്ടി ആടയാഭരണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് യത്രിബിനെ ഒരു പട്ടണമാക്കി തുബ്ബഅ രാജാവ്. എന്നിട്ട് അധികാരം ആ 400 പണ്ഡിതന്മാരെയും ഏൽപ്പിച്ചു. അതിലെ ഏറ്റവും വലിയൊരു ഇമാമായ മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ആ പണ്ഡിതന്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു. യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ്, യാ മുഹമ്മദ് സല്ലല്ലാഹ്, ഇന്ന അസ്ലംനാ ബിക്, നിങ്ങളെ കൊണ്ട് ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ആർക്ക് കത്തുകൊടുത്ത്? പണ്ഡിതന്റെ കയ്യിൽ. എനിക്ക് പോകാതെ നിർവാഹമില്ല.
ആ എഴുത്തിന്റെ അടിയിൽ സ്വർണം ഉരുക്കിയിട്ട് മുദ്ര വെക്കുകയും ചെയ്തു. ഈ പണ്ഡിതന്റെ കയ്യിൽ എഴുത്തു കൊടുത്ത് ആ 400 പണ്ഡിതന്മാരുടെ നേതാവായ പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു. എന്താ എഴുത്തിലുള്ളത്? പുണ്യ നബിയെ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശഫാഅത്ത് അന്ത്യനാളിൽ ഞാൻ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ മുസ്ലിമായി അംഗീകരിക്കണമേ എന്ന് എഴുത്ത് കൊടുത്ത് സ്വർണം ഒരുക്കിയിട്ട് മുദ്ര വെച്ചു. ആര്? തുബ്ബഅ രാജാവ്. ഈ എഴുത്ത് പണ്ഡിതന്മാരുടെ നേതാവിന്റെ കയ്യിൽ കൊടുത്തു. ആ കുടുംബം തലമുറകളായി ആ കത്തിനെ നിങ്ങൾ ഉറങ്ങാണല്ലോ കൈകാര്യം ചെയ്തു വന്നു. മദീനയിലേക്ക് പുണ്യ റസൂൽ വന്നു. 1000 കൊല്ലം കഴിഞ്ഞിട്ട് മദീനയുടെ അതിർത്തിയിൽ കിടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒട്ടകമിൻ്റെ വീട്ടിലേക്ക്. മദീനക്കാർ എന്ന അൻസാരിങ്ങൾ തുബ്ബഅ രാജാവിൻ്റെ അവിടെ നിന്ന് തുബ്ബഅ രാജാവ് 400 വീട് കെട്ടിക്കൊടുത്ത പണ്ഡിതന്മാരുടെ മക്കളുമാണ് ആര്? യസ്രിബ് നിവാസികൾ. അവരെയാണ് അൻസാരിങ്ങൾ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അവരൻസാരികൾ. മനസ്സിലായില്ലേ? അവർ നബിയെ പ്രതീക്ഷിച്ച് ആ മണ്ണിൽ പാർപ്പ് തുടങ്ങിയതാണ് എന്ന് മദീനയിൽ അതിർത്തി കിടന്നപ്പോൾ എല്ലാവരും ഒട്ടകത്തെ പിടിച്ചു നബിന്റെ വീട്ടിലേക്ക്. അപ്പോൾ പുണ്യ റസൂൽ കഴുത്തിലേക്ക് കയറണ്ടിട്ട് ഒട്ടകത്തിന് കഴുത്തിൽ അതെവിടെ മുട്ടുകുത്തണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന അതിനുണ്ട്. ഒട്ടകത്തെ ഞാനും നിയന്ത്രിക്കുന്നില്ല. ഒട്ടകം വന്ന് അബൂ അയ്യൂബിന്റെ വീട്ടുമുറ്റത്ത് മുട്ടുകുത്തി. കാരണം ആ പണ്ഡിതന്റെ കയ്യിൽ രാജാവ് എഴുത്തു കൊടുത്തിട്ടുണ്ട്. ആ പണ്ഡിതന്റെ പേരക്കുട്ടിയാണ് അബൂ അയ്യൂബ് അൽ അൻസാരി. ഈ നബിയാണോ നിസാരൻ? എന്താ നീ വിചാരിച്ചത്? ഈ നബിയാണോ നിസാരൻ? 1000 കൊല്ലം മുമ്പ് യത്രിബിൽ പാർപ്പുറപ്പിച്ച പണ്ഡിത സമൂഹത്തിന്റെ നേതാവായ പണ്ഡിതന്റെ 1000 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പേരക്കുട്ടിയാണ് അബൂ അയ്യൂബ് അൽ അൻസാരി. ആ മാളികപ്പുരയിലാണ് നബി പാർത്തത്. ആ മാളികപ്പുര തുബ്ബഅ രാജാവ് കെട്ടിക്കൊടുത്തതാണ്. 1000 കൊല്ലം തുബ്ബഅ രാജാവ് കെട്ടിക്കൊടുത്ത മാളികപ്പുര അവിടെയാണ് റസൂൽ പാർത്തത്. മുത്ത് മുഹമ്മദ് മുസ്തഫ. ചരിത്രം പഠിച്ചു നോക്ക്, ഞങ്ങൾക്ക് മനസ്സിലായോ? അത് തുബ്ബഅ രാജാവ്, ആ പണ്ഡിതന്മാരുടെ നേതാവിന് ആര് കെട്ടിക്കൊടുത്തതാണ്? തുബ്ബഅ രാജാവ്. മാളികപ്പുരയിലല്ലേ പാർത്തത്? അതവിടുത്തെ പൗരാണിക മാളികപ്പുരയാണ്. ആ മാളികപ്പുര 1000 കൊല്ലം മുമ്പ് കെട്ടിക്കൊടുത്തതാണ് ആര്? തുബ്ബഅ ഒന്നാമൻ രാജാവ്. അക്കാലത്തെ നിപുണനായ പണ്ഡിതന്റെ പേരക്കുട്ടിയാണ് ആര്? മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി. ഈ സമൂഹം ആ 400 കുടുംബത്തിന്റെ പേരമക്കളാണ്. ആര്? അൻസാരിങ്ങൾ. ചിന്തിക്കണം. അവരെ പറ്റി എന്തേലും മുത്തുനബി പറഞ്ഞു? ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. ഈമാന്റെ അടയാളം അൻസാരികളെ സ്നേഹിക്കലാണ്. ഒരു ഹദീസ്, ഇഞ്ഞൊരു ഹദീസ് കേട്ടോ, താലാണ്ട് കത്തിച്ചോക്ക്. ഇഞ്ഞൊരു ഹദീസ് കേട്ടോ. ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റയുള്ളത് കൊണ്ട് ഞാൻ മക്കയിൽ പിറന്നതാണ്. ഇല്ലെങ്കിൽ 400 പണ്ഡിതന്മാരുടെ പേരക്കുട്ടികളിലാണ് ഞാനും പിറക്കേണ്ടത്. ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളാണ്. തുബ്ബഅ രാജാവ് നിർത്തിയ പണ്ഡിതന്മാരുടെ പേരക്കുട്ടിയിലാണ് ഞാൻ ജനിക്കേണ്ടത്. പക്ഷേ ഹിജ്റയുള്ളത് കൊണ്ടാണ് ഞാൻ മക്കത്ത് ജനിച്ചത്. ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളാണ്. സുബ്ഹാനല്ലാഹ്. ഈ റസൂൽ ആരാ നിങ്ങൾ വിചാരിച്ച്? സുബ്ഹാൻ വർക്കപ്പറ സ്വലാത്തുല്ലാഹ്. ചിന്തിക്ക്.
إن بيتا أنت ساكنه ليس محتاجا إلى السروج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت زائره قد أتاه الله بالفرج فزمن قد كنت بغيته وسما في أرفع الدرج صل رب بذله في الحب مهجته سميحا بالروح والمهجي كريم الجود راحته فكفيت البحر واللجج صل رب سيد الكونين والسرج سبحان الله كده ആരാണ് ഈ പൂമാൻ ആരാ പുണ്യ റസൂല് ഒരു സമൂഹം തുബ്ബ രാജാവാണ് അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ രാജാവ് അദ്ദേഹത്തിൻ്റെ പണ്ഡിത സഭയിലെ ഏറ്റവും നിപുണന്മാരായ പണ്ഡിതന്മാർ 1000 കൊല്ലം മുമ്പ് യസ്രിബിൽ വന്ന് പാർത്തു ആരെ പ്രതീക്ഷിച്ചിട്ട് പിന്നെ മദീനയായി അന്ന് മദീന യസ്രിബാണ് അവർക്ക് അവിടെ ഉണ്ടായ അവിടെ ഈത്തപ്പലത്തോട്ടം അടിസ്ഥാനമായി അതുണ്ടാക്കി കൊടുത്തത് ആരാ തുബ്ബ രാജാവാണ് യസ്രിബ് പട്ടണമാക്കിയത് തുബ്ബ രാജാവാണ് എന്ന് നബി ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് കത്ത് കൊടുത്തു ഹബീബായ റസൂൽ വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ നേരത്തെ തന്നെ അവരുടെ കൂട്ടത്തിൽ അബൂ ലൈല എന്ന സ്വഹാബിയുടെ കയ്യിൽ കത്ത് കൊടുത്തയച്ചിരുന്നു മക്കയിലേക്ക്. ഈ കത്ത് തുബ്ബ രാജാവിന്റെ കത്ത് ഈ കുടുംബം നേരത്തെ അബൂ അയ്യൂബ് അൻസാരിയുടെ കുടുംബം നേരത്തെ മക്കയിലേക്ക് കൊടുത്തയച്ചു. 1000 കൊല്ലം മുമ്പുള്ള കത്ത്. ആരുടെ കത്ത്? തുബ്ബ രാജാവിന്റെ കത്ത് മദീനയിലേക്ക്. അബൂ ലൈല ഒരു യാത്രയിലാണ് പുണ്യ റസൂല്. ഒരു യാത്രക്കിടയിൽ പുണ്യ റസൂല് അബൂ ലൈലയെ കണ്ടുമുട്ടി. അബൂ ലൈല കത്തും കൊണ്ടുവരാണ്. എവിടുന്ന് എവിടുന്ന്? ഒരു യാത്രയിൽ പുണ്യ റസൂൽ അബൂ ലൈലയെ കണ്ടുമുട്ടി. അബൂ ലൈലയോട് ചോദിച്ചു, കത്തെടുക്കുക. അപ്പൊ അബൂ ലൈലക്ക് ഇതാണ് റസൂൽ എന്ന് അറിയില്ല. ഇതാ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് തുബ്ബ രാജാവ് ഏൽപ്പിക്കുകയും അവരുടെ പേരമക്കളായ നിങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി മദീനയിൽ തന്നെ കൊടുത്തേക്കും ചെയ്ത കത്ത് നിൽക്കുക. തുബ്ബ ഇവർ ഇങ്ങോട്ട് പറയാതെ ആ കത്ത് അബൂ ലൈലയെ കണ്ടപ്പോൾ ആരങ്ങോട്ട് ചോദിച്ച് എനിക്ക് തരാൻ വേണ്ടി 1000 കൊല്ലം മുമ്പ് തുബ്ബ രാജാവ് ഏൽപ്പിച്ച കത്ത് എവിടെയാണ്? സ്വഹാബികളോട് പിന്നീട് പുണ്യ റസൂൽ പറഞ്ഞ് രാജാവിനെ ആക്ഷേപിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഹോദരനാണ് തുബ്ബ. ഞാൻ ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് എന്നെ വിശ്വസിച്ച ആളാണ് ആര്? തുബ്ബ. ഞാനെങ്ങാനും നിങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ രാജാവിൻ്റെ പണി അവസാനിപ്പിച്ച് നിങ്ങളെ മന്ത്രിയാകുമായിരുന്നു എന്നാണ് അകത്തിലുള്ളത്. അങ്ങയുടെ ശത്രുക്കളെ ശരിയാക്കാൻ അങ്ങയുടെ ഏറ്റവും വലിയ സഹായം ഞാനാകുമായിരുന്നു. അങ്ങയുടെ മന്ത്രിയാകുമായിരുന്നു. ലോകം അടക്കി ഭരിച്ച 5 ചക്രവർത്തിമാരിൽ ഒരാളാണ് തുബ്ബ ഒന്നാമൻ. അയാൾ എഴുത്തു കൊടുത്തയച്ച 1000 കൊല്ലം മുമ്പ് മുത്തുനബിക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ